പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുന്ന മുഖചിത്രം പ്രസിദ്ധീകരിച്ച തമിഴ് വാരിക വികടന്റെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിമർശിച്ചു. ബി.ജെ.പിയുടേത് ഫാസിസ്റ്റ് നടപടിയെന്ന് എം.കെ. സ്റ്റാലിൻ. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുകയാണ്. റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ടെലിഫോണിലാണ് റഹീസ് ഉള്ളത്, പറയും. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒപ്പം തന്നെ ഏറ്റവും പഴയതുമായിട്ടുള്ള മാസിക വികടന്റെ വാരികയും മാസികയും ഒക്കെ ഉണ്ട്. ആ വികടന്റെ വാരിക അതിന്റെ ഓൺലൈൻ സൈറ്റ് കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന്റെ കുറെ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു സൈറ്റിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെയാണ് ഈ ഒരു സൈറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ വാരികയുടെ മുഖചിത്രം നരേന്ദ്രമോദി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ കൈവിലങ്ങ് അണിഞ്ഞിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ അടുത്തിടെ ഉണ്ടായ കുറെ സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് വഴങ്ങുകയാണ് എന്നുള്ള തരത്തിലാണ് വികടൻ അതിന്റെ ആർട്ടിക്കിളുകളെല്ലാം ഈ ഒരു വാരികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മുഖചിത്രമായിരുന്നു. ഇതിന് പിന്നാലെ ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം തന്നെ കേന്ദ്ര സർക്കാരിന് ഈ ഒരു തരത്തിൽ ഈ ഒരു വാരികയിൽ ഇത്തരത്തിൽ സർക്കാരിനെ മോശമായി ചിത്രീകരിക്കുന്ന, പ്രധാനമന്ത്രിയെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന മുഖചിത്രവും കുറെ കണ്ടന്റുകളും ഉണ്ട് എന്നുള്ള തരത്തിൽ ഇന്നലെ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈറ്റ് ബ്ലോക്ക് ആയത്. എന്നാൽ വികടന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ ഈ ഒരു സൈറ്റ് ബ്ലോക്ക് ചെയ്യുകയാണ് എന്ന്. എന്നാൽ ഈ ഒരു സൈറ്റ് ബ്ലോക്ക് ആയതിനു പിന്നാലെ ഇപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ വിമർശനം ഏൽക്കേണ്ടി വരികയും ചെയ്യുകയാണ്. ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തന്നെ ഈ ഒരു നിരോധനത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. ബി.ജെ.പിയുടെ ഫാസിസ്റ്റ് നടപടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. തമിഴ് ജനത ഇത് സ്വീകരിക്കില്ല. തമിഴ്നാടിന് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലൊരു വാരികയെ ബ്ലോക്ക് ചെയ്യുക, വിമർശനത്തിന്റെ പേരിലൊക്കെയും നിരോധിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ചെന്നൈ പ്രസ് ക്ലബ്ബും ഇപ്പോൾ വികടന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഔദ്യോഗികമായ ചെന്നൈ വിവരങ്ങൾ നൽകിയത്.